الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. ബഹുമാന്യരായ സഹോദരങ്ങളെ, വിശ്വാസിനികളെ, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് അള്ളാഹുവിന്റെ കൽപ്പനാ നിരോധനങ്ങളും നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകളും പരമാവധി പിൻപറ്റി മുത്തഖികളായി ജീവിച്ച്, മുത്തഖികളായി മരിച്ച്, മുത്തഖികളായി കുടുംബസമേതം സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടുവാൻ വേണ്ടി ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പരമാവധി പരിശ്രമിക്കുക, നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു നമ്മളെ അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, സ്വർഗം ലക്ഷ്യം വെച്ച് പോകുന്ന നമ്മൾ മുസ്ലിമീങ്ങൾ നമുക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മാർഗവും രീതിയുമുണ്ട് അതിനുവേണ്ടി എന്നറിയാവുന്നവരാണ് നമ്മളെല്ലാവരും. മറ്റു മതവിശ്വാസികൾക്കില്ലാത്ത വണ്ണം വ്യക്തവും കൃത്യവുമായ ഒരു മാർഗം വരച്ചു കാണിക്കപ്പെട്ട ഒരേ ഒരു മതം അത് ഇസ്ലാമാണ്. ആ മാർഗത്തെയാണ് നമ്മൾ ഇന്ന് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന ചുരുക്കപ്പേരിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅ എന്നത് ഒരുപാട് പ്രവാചകന്മാരുടെ അങ്ങേ തല വരെ നീണ്ടു നിൽക്കുന്ന ഒരു ചങ്ങലക്കണ്ണിയുടെ അവസാനത്തെ ഭാഗം മാത്രമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കുകയുണ്ടായി, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ച സംവിധാനങ്ങളെ അത്ഭുതകരമായി വ്യവസ്ഥാപിതമായി സൃഷ്ടിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ പിന്നിൽ അവയ്ക്ക് ആവശ്യമായ അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കുന്നതിന്റെ പിന്നിൽ കേവലം കഠിതമാശയോ നേരം പോക്കോ അല്ല, മറിച്ച് കൃത്യവും വ്യക്തവുമായ ചില ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുണ്ട്.
ആ ലക്ഷ്യങ്ങൾ കൃത്യമായി ഉൾക്കൊണ്ടവരാണ് മനുഷ്യരും ജിന്നുകളും ഒഴികെയുള്ള മറ്റു ജീവജാലങ്ങളെല്ലാം എന്ന് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സ്തുതി കീർത്തനങ്ങൾ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്നും അവയെല്ലാം അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നും അവയെല്ലാം അള്ളാഹുവോട് കുല്ലും ഖദ് അലിമ സ്വലാത്തഹു വ തസ്ബീഹ, ഏതു പ്രകാരത്തിലാണ് അള്ളാഹുവോട് പ്രാർത്ഥിക്കേണ്ടതെന്നും സ്തോത്രകീർത്തനങ്ങൾ അർപ്പിക്കേണ്ടത് എന്നും കൃത്യമായി അറിയാവുന്നവരാണ് എന്നും അവ ഒരു വീഴ്ചയുമില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുമൊക്കെ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത് നമ്മൾ കേട്ടു. മനുഷ്യനും മലക്കുകളും ജിന്നുകളും എന്ന 3 വർഗങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചപ്പോ മലക്കുകളെ സംബന്ധിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് ലാ യസ്തക്ബിറൂന അൻ ഇബാദത്തിഹി വലാ യസ്തസ്ഹിറൂൻ എന്നാണ്. അള്ളാഹുവിന് ഇബാദത്ത് എടുക്കുന്നതിൽ അവർക്ക് ഒരു കാലത്തും ഒരു അഹങ്കാരമോ മടുപ്പോ ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅമറൂൻ, എന്തൊന്നാണോ അള്ളാഹു അവരോട് നിർദ്ദേശിക്കുന്നത്, കൽപ്പിക്കുന്നത്, ആ നിർദ്ദേശങ്ങളും കൽപ്പനകളും വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ അവ നടപ്പാക്കിക്കൊണ്ട് ഇരിക്കും. കൽപ്പനയ്ക്ക് വിരുദ്ധമായത് യാതൊന്നും അവർ പ്രവർത്തിക്കുകയുമില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു. പിന്നീട് ഈ സൃഷ്ടിജാലങ്ങളിൽ അള്ളാഹുവിന്റെ മഖ്ലൂക്കുകളിൽ 2 വർഗമാണ് ബാക്കിയുള്ളത്. അതൊന്ന് നമ്മളാണ്, ഒന്ന് ജിന്നുവർഗമാണ്. സൂറത്ത് റഹ്മാനിൽ 31 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും ആ വർഗത്തെയും അഭിമുഖീകരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഫബി ഐ ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, ഏയ് വർഗങ്ങളെ, മനുഷ്യവർഗമേ ജിന്നുവർഗമേ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഏതൊരു അനുഗ്രഹത്തെയാണ് നിഷേധിച്ച് തള്ളിക്കളയാൻ കഴിയുക? അതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. നമ്മളെ അറിയിക്കുന്ന 2 കാര്യങ്ങൾ. അതൊന്ന് സനഫുറുഗു ലക്കും അയ്യുഹത്തഖലാൻ എന്നാണ്. സനഫുറുഗു ലക്കും അയ്യുഹത്തഖലാൻ, ഈ ബുദ്ധിവർഗങ്ങളായ ജിന്നുകളെ, മനുഷ്യരെ, നിങ്ങൾക്കു വേണ്ടി മാത്രമായി ഒരു ദിവസം ഒഴിഞ്ഞിരിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ആ ഒഴിഞ്ഞിരിക്കൽ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് നമ്മളോട് പറയും, വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, അവരെ കൊണ്ടുപോകാൻ വരട്ടെ. മശ്ശറിൽ നിന്ന് നടന്നു പോകുന്ന മലക്കുകൾ ആട്ടിത്തെളിച്ച് കൊണ്ടുപോകുന്ന മനുഷ്യരെയും ജിന്നുകളെയും കുറിച്ച് അല്ലാഹു പറയും, വഖിഫൂഹും, അങ്ങനെ കൊണ്ടുപോകാൻ വരട്ടെ, അവരെ അവിടെ നിർത്തുക. ഇന്നഹും മസ്ഊലൂൻ, എനിക്കവരോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. എന്താ ചോദ്യം? മാലക്കും ലാ തനാസുറൂൻ, എന്തേ നിങ്ങളെ സഹായിക്കാൻ നാട്ടിൽ പലരും ഉണ്ടായിരുന്നല്ലോ, ഇവിടെ നിങ്ങൾക്ക് അവരെ ആരെയും കാണാൻ കിട്ടുന്നില്ലേ? ആരും നിങ്ങളുടെ സഹായത്തിനില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും. അതായത് നമ്മളോട് ചോദിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിന്റെ, ആ ഒരു നാളിന്റെ, ആ ഒരു ദിവസത്തിന്റെ ഭീകരതയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം എന്നതിനാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന മറുപടി നമ്മൾ പറയുക. അതായത് പ്രവാചകന്മാർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഒരു മാർഗം ഏതാണ്? ഫഇം ഖുല്ലഹ്ബിതു മിൻഹാ ജമീഅൻ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നാം അങ്ങേക്ക്, താങ്കൾക്ക്, ആദം അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന വഴിയിൽ ആദമേ സങ്കടപ്പെട്ടു പോകേണ്ടതൊന്നുമില്ല. ഇതൊരു താൽക്കാലികമായ യാത്ര പറച്ചിൽ, വേർപിരിയൽ മാത്രമാണ്. ഈ ലോകത്തോട് നിങ്ങൾക്ക് ഇവിടേക്ക് തന്നെ തിരിച്ചു വരാം. നിങ്ങൾക്ക് മാത്രമല്ല, ആർക്കാണെങ്കിലും തിരിച്ചു വരാം. ഞാനൊരു വഴികാട്ടിയെ, ഞാനൊരു മാർഗദർശനത്തെ നിങ്ങൾക്ക് നൽകാം. അതിന്റെ പിന്നാലെ പോന്നാൽ
അതിനെ വഴിതെറ്റ് അതിനെ പിന്തുടർന്ന് വരുന്നവരാരാണെങ്കിലും അവർക്ക് പിന്നെ ബുദ്ധിമുട്ടേണ്ടി വരില്ല, അവർക്ക് ഇവിടെ എത്തിപ്പെടാം. അതാണ് അഹ്ലുസുന്നത്തിന്റെ ആദ്യത്തെ കാഴ്ചപ്പാട്. അതാണ് ആദം അലൈഹിസ്സലാം മുതൽ പ്രവാചകന്മാരിലൂടെ 1,00,000-ലധികം പ്രവാചകന്മാരിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിരന്തരമായി അതാത് സമൂഹങ്ങളെ ഈ ഒരു കാര്യം പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാ വേദഗ്രന്ഥങ്ങളും അങ്ങനെയാണല്ലോ. റുസുലം മുബശ്ശിരീന വമുൻദിരീൻ, താക്കീത് നൽകുന്നവരായും സന്തോഷവാർത്ത അറിയിക്കുന്നവരുമായി ലോകത്തെവിടെ ഏത് കാലത്ത് ഏതെല്ലാം പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ അവരെല്ലാം പഠിപ്പിച്ച ആ ഹിദായത്താണ്, ആ ഹുദയാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിത്തറ എന്ന് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. നമ്മളായിട്ട് രൂപപ്പെടുത്തിയെടുത്ത വാദമുഖങ്ങളോ ന്യായീകരണങ്ങളോ തെളിവുകളോ ഒന്നുമല്ല അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രവാചകന്മാർ അഖിലവും പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദാണ് അഹ്ലുസുന്നത്തിന്റെ അടിത്തറയിൽ ആദ്യ ഭാഗത്ത് വരുന്നത്. അതുതന്നെയാണ് എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന നൂഹുർ റസൂലുള്ളാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന ഇബ്രാഹിം നബിയുള്ളാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മൂസാ റസൂലുള്ളാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന ഈസാ റസൂലുള്ളാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹ്. ഏത് പ്രവാചകന്മാരെ പഠിച്ചാലും പഠിക്കാൻ ശ്രമിച്ചാലും നമുക്ക് മനസ്സിലാകുന്നത് അവരൊക്കെ പഠിപ്പിച്ച ശഹാദത്ത് കലിമയുടെ ആദ്യ ഭാഗം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതു തന്നെയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതെന്താണെന്ന്, ആ പദം എന്താണെന്ന്, ആ വാക്യം എന്താണെന്ന്, അതിന്റെ അർത്ഥം എന്താണെന്ന്, അതിന്റെ ആശയം എന്താണെന്ന്, അതിന്റെ വിപരീത ദിശയിൽ വരുന്നത് എന്തെല്ലാമാണെന്ന്, അതിൽ ന്യൂനതകൾ ഉണ്ടാകുന്നത് എങ്ങനെയൊക്കെയാണെന്ന്, ആ പദത്തിന്റെ ഉച്ചാരണമോ വിശ്വാസമോ ഫലപ്രദമാകാതെ പോകാനുള്ള ചെറുതും വലുതുമായ കാരണങ്ങൾ എന്താണെന്ന് ഈ സമുദായം, മുസ്ലിം സമുദായം കൃത്യമായി പഠിച്ചിരിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഹമ്മദിന്റെ 19-ാമത്തെ വചനത്തിലൂടെ നമ്മളോട് പഠിപ്പിച്ചു. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വല്ലാഹു യഅലമു മുതഖല്ലബകും വമത്വാകും. നബി തങ്ങളെ അങ്ങ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായി പഠിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമല്ല, നമുക്കാണ് ബാധകം. പഠിച്ചാൽ മാത്രം പോരാ, അപ്പോൾ അതിന് വിരുദ്ധമായി വന്നത് പലതും നിങ്ങൾക്ക് ബോധ്യപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത് വസ്തഗ്ഫിർ ലിദംബിക, അവർക്ക് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണം. നിങ്ങൾക്ക് മാത്രം പോരാ, വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഴുവൻ സത്യവിശ്വാസികൾക്ക് വേണ്ടിയും നിങ്ങൾ എല്ലാവരും ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അത്തഹിയ്യാത്തിൽ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തെ എല്ലാ മുസൽമാന്മാർക്ക് വേണ്ടിയും ഈ ഒരു ഇസ്തിഗ്ഫാർ നടത്തൽ നമുക്ക് ബാധ്യതയാണ് എന്നുകൂടി അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ലാ ഇലാഹ ഇല്ലല്ലയിൽ എവിടെയെങ്കിലും വീഴ്ച വന്നാൽ പിന്നീട് അഹ്ലുസുന്ന വൽ ജമാഅത്തില്ല. പ്രിയപ്പെട്ടവർ കൃത്യമായി മനസ്സിലാക്കുക. അത് ഏതെങ്കിലും ഒരു സംഘടനയുടെ പേരായി കൊടുക്കേണ്ടതല്ല. അത് ഏതെങ്കിലും ആ സംഘടനയുടെ പിന്നിലാണ് നമ്മൾ ഉള്ളത് എന്നതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുമില്ല. അത്തരം ഒരു സംഘടനയോട് ചേർന്ന് നിൽക്കുക എന്നത് തൗഹീദും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ കൂടുതൽ എളുപ്പമാണ് എന്നതാണ് അതിന്റെ പിന്നിലുള്ള ചേതോവികാര ലക്ഷ്യം. ആ സംഘടനയുടെ ഞാൻ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളാണ് എന്നത് പറഞ്ഞുകൊണ്ട് പരലോകത്തൊരു രക്ഷയുമില്ല. പിന്നെയോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹി ഹറമല്ലാഹു അലൈഹിൽ ജന്ന. നിങ്ങൾ ഏത് സംഘടനയിൽ ആളായിട്ടും കാര്യമില്ല, അള്ളാഹുവിൽ പങ്കുചേർത്താൽ
അത് വിശ്വാസത്തിലാവട്ടെ, ആത്തിലാവട്ടെ, സിഫത്തിലാവട്ടെ, അഫ്ആലിലാവട്ടെ, അസ്മാഉൽ ഹുസ്നയിലാവട്ടെ, റുബൂബിയത്തിലാവട്ടെ, ഉലൂഹിയത്തിലാവട്ടെ, അള്ളാഹുവിന് മാത്രമായി പരിമിതപ്പെടുത്തേണ്ടത് ഏതെങ്കിലും ഒന്ന് അല്ലാഹുവല്ലാത്ത മറ്റുള്ളവരിലേക്ക് വിട്ടുകടന്നാൽ അത് ആരിൽ നിന്നുണ്ടായാലും ശരി, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവർക്ക് സ്വർഗം നിഷിദ്ധമാകുന്നു. അവരേത് സംഘടനക്കാരായിട്ടും കാര്യമില്ല. ഉവാഹുന്നാർ, അവരുടെ സങ്കേതം നരകമാകുന്നു. അപ്പൊ പ്രിയപ്പെട്ടവരെ, അൻസാർ, ഒരു സഹായികളെയും അത്തരക്കാർക്ക് ലഭ്യമാവുകയുമില്ല. അപ്പൊ പ്രിയപ്പെട്ട സമുദായം മനസ്സിലാക്കേണ്ടത് നമ്മൾ ശിർക്കില്ലാത്തവരാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നമ്മൾ ശുദ്ധ തൗഹീദിലാണ് നിലകൊള്ളുന്നത് എന്നത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആ ഒരു ഉറപ്പിൽ നമുക്ക് എവിടെയും ഇടർച്ചയും വീഴ്ചയും ഇല്ലാതിരിക്കാനാണ് കാരുണ്യവാനായ റബ്ബ് പ്രവാചകന്മാരെ അനുസ്യൂതം നിയോഗിച്ചത്, നിരന്തരം നിയോഗിച്ചത്. കുല്ലമാ ഹലഫ നബിയും ബഅദഹു എന്ന് ബനൂ ഇസ്രായേലിനെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു. എനിക്കവരോട് വലഖദ് ഇഖ്തർനാഹും അലാ ഇൽമിൻ അലൽ ആലമീൻ, ഞാൻ മറ്റേതൊരു സമുദായത്തെക്കാളും അവരെ ഇഷ്ടപ്പെട്ടിരുന്നു, അവർ തൃപ്തിപ്പെട്ടിരുന്നു, അവരെ നാം തെരഞ്ഞെടുത്തിട്ട് എന്റെ പ്രത്യേകക്കാരാക്കിയിരുന്നു. അതിന് ചെയ്ത പണി എന്താ? ഒരു പ്രവാചകൻ മരിച്ചു പിരിയുമ്പോൾ അവിടെ തന്നെ അടുത്തൊരു പ്രവാചകൻ ഉണ്ടാകുന്നു. അള്ളാഹുവിന്റെ കൃപയും കാരുണ്യവും, ആ ഒരു ചങ്ങല, പ്രവാചകന്മാരുടെ ചങ്ങല ആദം അലൈഹിസ്സലാമിൽ തുടങ്ങി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവസാനിക്കുന്നു. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, നൂഹ് നബി അലൈഹിസ്സലാം മുതൽ ഈസാ അലൈഹിസ്സലാം വരെയുള്ള ആളുകളുടെ പ്രവാചകന്മാരുടെ ചരിത്രം വരെ ചുരുക്കി പറഞ്ഞിട്ട് അള്ളാഹു അവസാനിപ്പിക്കുന്നത് എന്താണ്? വഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ, ഇതാ ഈ പ്രവാചകന്മാരെല്ലാം നിങ്ങളുടെ സമുദായത്തിന്റെ ആചാര്യന്മാരാണ്, ഇവരൊക്കെ ഇവരുടെ സമുദായത്തിലെ മെമ്പർമാരാണ് നിങ്ങളും, ഇവരാണ് നിങ്ങളുടെ മാതൃകാ പുരുഷന്മാർ. വഅന റബ്ബുക്കും, ഇവർക്കെല്ലാം ഏകനായ റബ്ബും രക്ഷിതാവും ഇലാഹും ഞാൻ മാത്രമായിരുന്നത് പോലെ നിങ്ങളുടെ രക്ഷിതാവും ഞാൻ തന്നെയാണ്, ഇലാഹും ഞാൻ തന്നെയാണ്. അതുകൊണ്ടത് വേണം ഫഅബ്ദൂൻ. അവരെല്ലാവരും ഏത് പ്രതിസന്ധി നേരിടുമ്പോഴും എല്ലാത്തപ്പോഴും എന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നവരും ആരാധിച്ചിരുന്നവരുമാണ്. അത് തന്നെ നിങ്ങളും ചെയ്യണം. സൂറത്ത് അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ചുകൂടി കടന്നു പറയും, ഈ 18 പ്രവാചകന്മാരുടെ പേരുകൾ ഒന്നിച്ച് പറഞ്ഞിട്ട് അവസാനം പറയും, ഇവരെ അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിച്ചവരാണ്. ഇവർ കടന്നുപോയ സന്മാർഗത്തിലൂടെയാണ് നിങ്ങളും കടന്നു പോകേണ്ടത്. അവിടെയാണ് അഹ്ലുസുന്നത്തിന്റെ അടിസ്ഥാനം ഇരിക്കുന്നത്, അടിത്തറയിരിക്കുന്നത് എന്നർത്ഥം. അത് ഞാൻ ഇത്രയും പറഞ്ഞെന്തിനറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവരിൽ ശിർക്ക് വരില്ല എന്ന വാദം മുസ്ലിമീങ്ങളിൽ നിന്നുണ്ടാകാവതേയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും വലിയൊരു വിശദീകരണം വെച്ചത്. ഞങ്ങൾ മക്കയിലിറങ്ങിയ ആയത്താണ്, മദീനയിലിറങ്ങിയ ആയത്താണ്, അതൊന്നും മുസ്ലിമീങ്ങളെ ബാധിക്കുന്ന ആയത്തല്ല എന്ന് പറഞ്ഞ് ഈ സമുദായത്തെ വഴികേടിലാക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ആദം അലൈഹിസ്സലാം പറഞ്ഞ അതേ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ് നമ്മളും പറയുന്നത് എന്നാണ്. ആദം അലൈഹിസ്സലാമിനും അള്ളാഹുവിനിടയിൽ വിളിച്ചു പ്രാർത്ഥിക്കാൻ തക്ക ഔലിയാക്കന്മാരോ ജാറങ്ങളോ പുജാരികളോ ഷഹീദുകളോ അമ്പിയാക്കളോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അദ്ദേഹമല്ലേ ആദ്യത്തെ പ്രവാചകൻ, ആദ്യത്തെ മനുഷ്യൻ. ആ മനുഷ്യൻ പ്രാർത്ഥിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ റബ്ബനാ ളലംനാ അൻഫുസനാ എന്നാണ്. ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ എന്ന് വിളിച്ച് ആദം അലൈഹിസ്സലാം തുടങ്ങി വെച്ച പ്രാർത്ഥന, ആദം അലൈഹിസ്സലാം തുടങ്ങി വെച്ച തൗഹീദിന്റെ വിളംബരം അതുതന്നെയാണ് കപ്പലിൽ കയറുമ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം നടത്തിയ പ്രാർത്ഥന. അതുതന്നെയാണ് അഗ്നിയിലകപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തിയ പ്രാർത്ഥന. അതുതന്നെയാണ് ചെങ്കടലിന്റെ കരയിലെത്തിയപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം നടത്തിയ പ്രഖ്യാപനം. അതുതന്നെയാണ് മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി ബിഹി അൻ അഅ്ബുദുല്ലാഹ റബ്ബി വ റബ്ബുക്കും എന്ന് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പ്രബോധനത്തിന്റെ രക്തചുരുക്കമായി പറഞ്ഞത് മാ ഖുൽതു ലഹും.
ഞാൻ എന്റെ സമുദായത്തോട് പറഞ്ഞിട്ടില്ല. ഇല്ലാമ അമർത്തനി ബിഹി റബ്ബേ, നീ എന്നോട് അവരോട് പറയാൻ കൽപ്പിച്ചതല്ലാതെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അതെന്താണ്? അനി അഅ്ബുദുല്ലാഹ റബ്ബി വ റബ്ബുക്കും, എന്റെ രക്ഷിതാവും നിങ്ങളുടെ രക്ഷിതാവുമായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. അവിടെ നിന്ന് പിഴച്ചു പോകുന്ന ഏത് വാദവും അത് ഏത് വിഭാഗത്തിൽ നിന്നുണ്ടായാലും ഈ സമുദായം മനസ്സിലാക്കേണ്ടത് അത് ശിർക്കിലേക്കുള്ള വഴിയാണ്. അത് പിന്നീട് തരമണ്ണം അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് എഴുതി വെച്ചിട്ട് അതൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അതിന്റെ പോസ്റ്റർ വെച്ചിട്ട് ഒരു കാര്യവും അവർക്ക് പരലോകത്തുണ്ടാവുകയില്ല. ഈ ചങ്ങലക്കണ്ണിയുടെ പൂർത്തീകരണമായിരുന്നു, അവസാന ഭാഗമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെയും മറ്റ് അമ്പിയാക്കളുടെയും ഉദാഹരണം പറഞ്ഞത്, ഞാനും മറ്റു പ്രവാചകന്മാരും തമ്മിൽ ഒരു ഉദാഹരണം പറയാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറയാണ്, ഒരു മഹത്തായ കെട്ടിടം ഒരാൾ ഉണ്ടാക്കി, എല്ലാ നിലയിലും അതിന്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്, അതിങ്ങനെ അലങ്കാര പണികൾ അടക്കം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കാണാൻ പോകുന്ന ആളുകളെല്ലാം, അത് സന്ദർശിക്കുന്ന ആളുകളെല്ലാം ചോദിക്കും, ഇവിടെ ഒരു ഇഷ്ടികയുടെ കുറവുണ്ടല്ലോ, അതെന്താ നിങ്ങൾ വെക്കാത്തതെന്ന് ചോദിക്കും. ആ ഇഷ്ടികയാണ് ഞാൻ. സുബ്ഹാനല്ലാഹ് പറഞ്ഞോളേ, ആ ഇഷ്ടികയാണ് ഞാൻ. ഏത്? പ്രവാചകത്വ പരമ്പരയിലെ അവസാന കണ്ണിയായി ആ പ്രവാചകത്വം എന്ന കെട്ടിടത്തിന്റെ അവസാനം പതിപ്പിക്കേണ്ടുന്ന ഇഷ്ടികയാണ് ഞാൻ. അത് പതിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ പതിച്ച ഇഷ്ടിക 40, 23, 63 വർഷക്കാലം എല്ലാ തരത്തിലുള്ള സ്വഭാവ മഹിമകളോടെയും മനുഷ്യരുടെ മുമ്പിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ ആർക്കും പരിശോധിക്കാവുന്ന വിശുദ്ധിയുടെ മഹാത്ഭുതമായി നിലനിന്നത് നമുക്കറിയാം, അല്ലേ? 40 കൊല്ലത്തിനുള്ളിൽ, പ്രവാചകത്വ കാലത്തിനുള്ളിൽ തന്നെ അദ്ദേഹം സൽസ്വഭാവങ്ങളുടെ മകുടോദാഹരണമായിരുന്നു എന്ന് നമുക്കറിയാം. പ്രവാചകത്വ ലബ്ധിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞത്, എന്റെ പ്രവാചകത്വ ലബ്ധിയുടെ ഉദ്ദേശം ലി ഉതമ്മിമ മക്കാരിമൽ അഖ്ലാഖ് എന്നാണ്. നാട്ടിൽ ഇത്രയും കാലവും ഞാൻ കൊണ്ടു നടന്ന സൽസ്വഭാവങ്ങളെ അതിന്റെ പരിപൂർത്തിയോടെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുക, കാണിച്ചു തരിക എന്നതാണ് എന്റെ പ്രവാചകത്വത്തിന്റെ ഉദ്ദേശം. ഞാൻ ഇത്രയും പറയാൻ കാരണം ഈ 63 കൊല്ലക്കാലത്തെ ജീവിതത്തെയാണ്, അതിൽ വിശിഷ്യ ആ അവസാനത്തെ 23 കൊല്ലക്കാലത്തെ ജീവിതത്തെയാണ് നമ്മൾ സുന്നത്ത് എന്ന് പറയുക. പ്രിയപ്പെട്ടവർ, അത് കൃത്യമായി ഒന്നുകൂടെ വിശദമായി പഠിക്കേണ്ടതുണ്ട്. അവിടേക്കാണ് നമ്മൾ പോകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വ ജീവിതം, ആ പ്രവാചകത്വ ജീവിതത്തെയാണ് നമ്മൾ എന്ത് പറയുക? സുന്നത്ത് എന്ന് പറയുക. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്നതിലെ സുന്നത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൗലിൻ ഔ അമലിൻ ഔ തഖരീരിൻ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടും അറിഞ്ഞിട്ടും അതിന് എതിർപ്പ് പ്രകടിപ്പിക്കാതെ അനുവാദം നൽകിയതുമായ കാര്യങ്ങളാണ് സുന്നത്ത്. അല്ലേ? ആ സുന്നത്ത് അംഗീകരിക്കുന്നവരാണ് ആര്? അഹ്ലുസുന്ന. അഹ്ലു വേറെയാണ്, സുന്നത്ത് വേറെയാണ്, ജമാഅത്ത് വേറെയാണ്. പ്രിയപ്പെട്ടവർ, ഇക്കാര്യങ്ങളൊക്കെയും പഠിക്കുന്നതിനു മുമ്പ് ആദ്യം ഈ അഹ്ലുസുന്നത്തിന്റെ ആദ്യത്തെ തലപ്പത്ത് എന്തായിരുന്നു? പരിപൂർണമായ തൗഹീദായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ തൗഹീദ് വിട്ടുകഴിഞ്ഞാൽ പിന്നീട് സുന്നത്തുമില്ല, ജമാഅത്തുമില്ല. അത് വിടാതിരിക്കാനാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. നോക്കൂ, ഇത് ചില്ലറ കാര്യമല്ല. മൂസാ കലീമുല്ലാഹി അലൈഹിസ്സലാം ചെങ്കടൽ കടന്ന് രക്ഷപ്പെടുന്നു. അത്യത്ഭുതകരമായി ചെങ്കടൽ കടന്ന് രക്ഷപ്പെട്ട് അപ്പുറത്തൊരു ഗ്രാമപ്രദേശത്തെത്തി അവിടെ ഒന്ന് വിശ്രമിക്കാനിരിക്കുന്നു. അവർ ആര്? ബനൂ ഇസ്രായേലും അവരുടെ നായകൻ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഹാറൂൻ നബി അലൈഹിസ്സലാമിനോടൊപ്പം അവരുടെ കൂടെ, എല്ലാവരും കൂടെയാണ്. അപ്പൊ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ അയൽപ്പക്കത്തെ ഒരാൾക്കൂട്ടം അവിടെ ഒരു ഒച്ചയും വിളിയും പോയി നോക്കുമ്പോ ആ നാട്ടുകാർ അവിടെ ഒരു വിഗ്രഹത്തെ ഇങ്ങനെ ആരാധിക്കുന്ന സംഭവത്താ കാണുന്നത്. അപ്പൊ ഇവര് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, യാ മൂസ, കാര്യങ്ങളെല്ലാം സലാമത്തായി, ഫിറഔൻ നശിച്ചുപോയി, നമുക്കിനി പേടിക്കാനൊന്നുമില്ല, അത്യാവശ്യം ജീവിക്കാനുള്ള സമ്പത്തൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, ആകെ കൂടെ നമുക്കൊരു കുറവുള്ള എന്തറിയോ? ഇജ്അൽ ലനാ ഇലാഹൻ കമാലഹും ആലിഹ. നോക്കൂ, അവർക്കൊക്കെ നേർക്ക് നേരെ കണ്ടാരാധിക്കാൻ ഒരു ദൈവമുണ്ടല്ലോ,
അങ്ങനത്തെ ഒരു സാധനം നമ്മക്കൂടി കിട്ടിയാൽ എല്ലാം തീർന്നു. നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? ഗൗരവം. ഒരു പ്രവാചകനോട് പോലും തൗഹീദ് കൊണ്ട് രക്ഷപ്പെട്ട, തൗഹീദിന്റെ ഊക്കുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട ആളുകൾ ആ രക്ഷപ്പെട്ടതിന്റെ വിറയൽ മാറുന്നതിന് മുമ്പ്, അത്ഭുതം മാറുന്നതിന് മുമ്പ് ശിർക്കിന് വേണ്ടി ആവശ്യപ്പെടുന്നു എന്നിടത്ത് പിശാചിന്റെ സ്വാധീനം തൗഹീദുള്ളവരിൽ, മുസ്ലിമീങ്ങളിൽ എത്രമാത്രം ശക്തമായതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അപ്പൊ അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ പെടണമെങ്കിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക വ അൻ ഉശ്രിക ബിഹി വ അന അഅലം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രാർത്ഥിക്കുന്നു, പടച്ചവനെ, അറിയാതെ അറിഞ്ഞുകൊണ്ട് വരുന്ന ശിർക്കുകളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വഅഊദു ബിക മിന ദംബിൽ ലദീ ലാ അഅലം, അറിയാതെ പറ്റുന്ന അബദ്ധങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിന് തേടുകയും ചെയ്യുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇത് പറഞ്ഞപ്പോ അദ്ദേഹം ചോദിച്ചു, നബിയെ, ഞങ്ങളൊക്കെ ഇനി ശിർക്ക് ചെയ്യോ? ഞങ്ങളൊക്കെ ഇനി ശിർക്കിയോ? നമ്മുടെ നാട്ടിൽ അബൂബക്കറല്ല ചോദിക്കണത്. നിങ്ങൾ അറിയുന്നതാണ് ചോദിക്കുന്നത് ആരാ? നാട്ടിൽ അബൂബക്കറല്ല, അല്ലേ? സാക്ഷാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കാൻ, നബി, ഞങ്ങളൊക്കെ ഇനി ശിർക്കിയോ? അവൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തറിയോ? ആദ്യം പറഞ്ഞത്, അബൂബക്കറെ, 8 കവാടങ്ങളിലൂടെയും സ്വാഗതം ചെയ്യപ്പെടുന്ന പ്രവാചകനല്ലാത്ത എല്ലാം തികഞ്ഞ ഒരു മുസ്ലിം ഉണ്ടെങ്കിൽ അത് താങ്കൾ മാത്രമാണ്. അല്ലേ? ആ മനുഷ്യനോടാ പറഞ്ഞത്. എന്ത്? അബൂബക്കർ, അശ്ശിർക്കു അഖ്ഫാ ഫീകും മിൻ ദബീബിൻ നംല. അബൂബക്കർ, ഉറുമ്പരിച്ച് കയറുന്നതിനേക്കാൾ രഹസ്യമായി ശിർക്ക് കടന്നു വരും നിങ്ങളിൽ. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഗൗരവം ഈ സമുദായം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ പറയും, അഹ്ലുസുന്നത്ത് എന്ത്, ഏത്, എങ്ങനെ എന്ന് പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. നമ്മൾ നിലകൊള്ളേണ്ടുന്ന മാർഗത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമൻ അറാദൽ ആഖിറ, പരലോകത്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ വസഅലഹ, അവർ അതിനു വേണ്ടി കർമ്മം ചെയ്യണം. എന്ത് കർമ്മം? സഅയഹ, അതിനുവേണ്ടി പ്രവാചകന്മാരിലൂടെ, പരിശുദ്ധ ഖുർആനായ അവസാന വേദഗ്രന്ഥത്തിലൂടെ, അതിന്റെ വിശദാംശങ്ങളായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലൂടെ, വസഅലഹ സഅയഹ, ആ പരലോക വിജയത്തിന് വേണ്ടി മാത്രമായി തീരുമാനിക്കപ്പെട്ട ഒരു പാഥേയമുണ്ട്, ഒരു മാർഗമുണ്ട്, ഒരു വഴിയുണ്ട്. ആ വഴി പിന്തുടരാൻ ശ്രമിക്കണം. ആ വഴിയുടെ പേരാണേത്? അഹ്ലുസുന്ന വൽ ജമാഅ. അപ്പോഴും അല്ലാഹു പറഞ്ഞു, വഹുവ മുഅ്മിൻ, കറകളഞ്ഞ ഈമാനുള്ളവനായിരിക്കണം അവൻ. എങ്കിൽ ഫൗലായിക കാന സഅയുഹും മശ്കൂറ, അവരെ അല്ലാഹു ആ കർമ്മങ്ങളൊക്കെ സ്വീകരിച്ച് സ്വർഗാവകാശികളാക്കും. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ പിന്നെയും പറയുന്നത് ഒരു സംഘടനയുടെ പേരല്ല. ഇതൊരു ആദർശത്തിന്റെ ഗരിമയും മഹിമയും അടക്കാനുള്ള മാനദണ്ഡമാണ്. അതിന്റെ വിശുദ്ധി അടക്കാനുള്ള, മാറ്റുരക്കാനുള്ള മാനദണ്ഡമാണ് അഹ്ലുസുന്ന വൽ ജമാഅ. അവരിൽ നിലനിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. യാ റബ്ബന റബ്ബിർഹം. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ അസീസുൽ ഗഫാർ അൽ മുതകബ്ബിറുൽ ജബ്ബാർ ലഹുൽ കിതാബു ഇലൈഹിൽ ലിയാബു അലൈഹിൽ ഹിസാബ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത വബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് അയ്യുഹൽ ഇഖ്വാൻ ഇത്തഖുല്ലാഹ വഖൂനു ഇബാദല്ലാഹ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ കൽപ്പനാ നിരോധനങ്ങൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾക്കും വിധേയരാവുക, വഴിപ്പെടുക, മുത്തഖികളായി ജീവിക്കുക, മരിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്നും പറയുന്ന ഒരു സംഗതി, നമ്മുടെ പള്ളി മെമ്പറിന് രാഷ്ട്രീയമില്ല എന്നതാണ്. നമ്മുടെ പള്ളി മെമ്പറിന് നമുക്ക് പള്ളിയിൽ പങ്കെടുക്കുന്നവരോട് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഒരു തെരഞ്ഞെടുപ്പ് കൂടി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് സുബഹി ജമാഅത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ കേട്ടത് എന്താണെന്നറിയോ? ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണം, ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണം. എന്നിട്ട് പിന്നെ അതിന്റെ പേരിൽ ഒരു ചെറിയ നാട്ടുമ്പുറത്തുള്ളതാണ് സംസാരം. പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും കുടുംബ വഴക്കിന്റെ പേരിലാണെങ്കിലും വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലാണെങ്കിലും ഒരു മനുഷ്യന്റെ കുറ്റം പറയുക എന്നത് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ശരി,
അയാളോട് നേരിട്ട് പറയുക എന്നതല്ലാതെ അത് മറ്റൊരാളോട് പറയുക എന്നത് നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന ദുസ്വഭാവമാണ്. എന്തിന്റെ പേരിലാണെങ്കിലും ഒഴിവാക്കേണ്ടതാണ്, ഒഴിവാക്കിയേ മതിയാവൂ. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി, അതദ്റൂന മനിൽ മുഫ്ലിസു മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ നയാ പൈസക്ക് ഗതിയില്ലാത്ത പാപ്പരായ ആളുകളുണ്ട്, അവരാരാണെന്ന് നിങ്ങൾക്കറിയുമോ? സ്വഹാബത്ത് നിഷ്കളങ്കരാണ്. അവര് പറഞ്ഞു, യാ റസൂലല്ലാഹ് മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹമ ലഹു വലാ മതാഅ്, നയാ പൈസയുമില്ല, ഒരു പൈസയുടെ മുതലില്ല, അവനല്ലേ മുഫ്ലിസ് പാപ്പര്. അതിപ്പോ ആർക്കും അറിയാത്തത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ല എനിക്ക് പറയാനുള്ളത് വേറൊരു സംഗതിയാണ്. അതാണ് എന്റെ പ്രിയപ്പെട്ടവർ കേൾക്കേണ്ടത്. ഒരു മനുഷ്യൻ പരലോകത്ത് ഹാജരാക്കും, ബി സ്വലാത്തിൻ വ സുയാമിൻ വ സക്കാത്തിൻ വ സലക്കത്തിൻ വ ഹാദാ വ ഹാദാ വ ഹാദാ. ഒറ്റ നിസ്കാരം ഒഴിവായിട്ടുണ്ടാവില്ല, ഒറ്റ പൈസ സക്കാത്ത് കൊടുക്കാൻ ബാക്കി ഉണ്ടാവില്ല, ഒറ്റ നോമ്പെടുക്കാൻ ബാക്കി ഉണ്ടാവില്ല, ഹജ്ജ് ചെയ്തിട്ട് എല്ലാ നന്മകളും അയാൾ ചെയ്തിട്ടുണ്ടാകും. അപ്പൊ നമ്മളാണെന്നർത്ഥം, നമ്മളെയാണ് കൊണ്ടുവരുന്നത് അല്ലേ? അങ്ങനെ കൊണ്ടുവന്ന് ഇയാളുടെ വിചാരണ ഏകദേശം പൂർണ്ണമാകുന്ന സമയത്ത് ഇയാളൊക്കെ ഓക്കെയാണല്ലോ. അപ്പോ ഒരാളിങ്ങനൊക്കെ വരും, വയത്തിഹാദ വയത്തിഹാദ വയത്തിഹാദ, ഓരോരുത്തർ അവിടെ കട്ടെ എന്നിട്ട് ഓരോരുത്തർ ഇങ്ങനെ കയറി വരും. ഇവൻ ഈ വിചാരണ നടക്കുന്ന സ്ഥലത്ത് എന്നിട്ട് പറയും, വക്കത് ശതമഹാദാവ ലറബഹാദാവ അക്കല മാനഹാദാവ സഫക്ക ദമഹാദാവ ഹാദാവ ഹാദാവ ഹാദാ. ഇവരെന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, കുറ്റം പറഞ്ഞിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്, മാനം കെടുത്തിയിട്ടുണ്ട്, മുതലെടുത്തിട്ടുണ്ട്, അതാക്കിയിട്ടുണ്ട്, ഇതാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആളിങ്ങനെ വരും. ഒന്ന് കണ്ണടച്ചെന്ന് ആലോചിച്ചാണ് എന്റെ പ്രിയപ്പെട്ടവർ, എത്ര ആൾ വരണ്ടാവും? വേറൊരു ഖിയാമത്തോടി കഴിഞ്ഞാൽ വരവ് നിൽക്കുവോ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. തെരഞ്ഞെടുപ്പാണ് കഴിയുമോ? പക്ഷെ വേറൊരു തെരഞ്ഞെടുപ്പ് വരാണ്ടേ. ഏതാണ്? സ്വർഗത്തിക്കാരൊക്കെ വേണമെന്നുള്ളൊരു തെരഞ്ഞെടുപ്പ് വരാണ്ട് അല്ലേ? ആ തെരഞ്ഞെടുപ്പില് ദുനിയാവിൽ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി വാദിക്കാൻ ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. അല്ലടോ, ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹുവേ കാത്തിരക്ഷിക്കണമേ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇയാളുടെ ഇയാൾ ചെയ്ത ഓരോ നന്മകൾ ഇങ്ങനെ എടുത്തിട്ട് ഈ പരാതി പറയുന്ന ആളുകൾക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. പരാതിക്കാർ വന്ന് കൊടുത്ത് പിന്നെ കൊടുക്കാനൊന്നുമില്ലാതെ ആകും. കൊടുക്കാനില്ലാതായാൽ പിന്നെ പരാതിക്കാർ വരുന്നവന്റെ പരാതിക്കാരന്റെ കുറ്റങ്ങളിൽ നിന്ന് ഓരോന്ന് ഇവന്റെ കിതാബിലേക്ക് ഇങ്ങോട്ട് എടുത്തു വെക്കും. എന്തായി? പടച്ചോനെ പേടിച്ചിട്ട് ദുനിയാവിലൊരു തെറ്റും ചെയ്തില്ല, ദുനിയാവിന്റെ എല്ലാ ആഘോഷങ്ങളും ഒഴിവാക്കി. ഇപ്പത്തെ അവസ്ഥ എന്താണ്? അവൻ പോയി. ഖസിറ ദുനിയാവൽ ആഖിറ, ദുനിയാവും പോയി, പരലോകവും. മുഅ്മിനീങ്ങളെ, നമ്മൾ പരലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്, ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നതല്ല. പിന്നീട് അയാൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. കൊണ്ട് അവനവന്റെ ഒരു നയാ പൈസയുടെ, ഒരു സുബ്ഹാനല്ലാഹയുടെ ഫലം പോലും നഷ്ടപ്പെടാനിടയാകുന്ന യാതൊരു വാക്കും പ്രവൃത്തി ന്യായീകരണങ്ങളും ഉണ്ടായിക്കൂടാ, ഒരാളിൽ നിന്നും ഉണ്ടായിക്കൂടാ. നമ്മുടെ നാടിന് ഉപകാരപ്പെടുന്നവൻ, ഇസ്ലാമിനെതിരില്ലാത്ത നമുക്ക് ഏറ്റവും കൂടുതൽ ഫലപ്രദമായവൻ ആരാണോ അവൻ ജയിച്ചു പോകട്ടെ എന്ന് വെക്കുക. രാഷ്ട്രീയത്തിന്റെ ആന്ധ്യം ബാധിച്ച സംസാരമോ ഇടപെടലുകളോ നമ്മുടെ പരലോകം നഷ്ടപ്പെടുന്ന നിലയിലേക്ക് തരം താഴ്ന്നു പോകാതിരിക്കാൻ പ്രിയപ്പെട്ടവർ വളരെയധികം ശ്രദ്ധിക്കണം. ഏത് പാർട്ടി കൂട്ടിയിരുന്നു പള്ളി മെമ്പറിന്റെ ഉത്തരവാദിത്തമല്ല. പക്ഷേ അവനവന്റെ പരലോക വിജയത്തിന് വോട്ട് ചെയ്യാൻ വേറെ ആരുണ്ടാവില്ല എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അത് നമ്മൾ ചിന്തിക്കണം. ഞാൻ ഉൾപ്പെടെയുള്ള സമുദായം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
എല്ലാവിധ വീഴ്ചകളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. പരിശുദ്ധ തൗഹീദിന്റെ പ്രയോക്താക്കളും വക്താക്കളുമായി എന്ത് പ്രയാസം സഹിച്ചും പ്രവാചകന്മാരുടെ പാതയിൽ അടിയുറച്ച് നിലനിൽക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. തൗഹീദിന്റെ വിഷയത്തിൽ, ഈമാനിന്റെ വിഷയത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ സർവമാന വീഴ്ചകളും റഹ്മാനായ റബ്ബേ മാപ്പാക്കി തരയണമേ നാഥ. ഇനി ഒരു വീഴ്ചയുമില്ലാതെ പരിശുദ്ധ തൗഹീദിന്റെ പിന്നിൽ അടിയുറച്ചു നിന്ന് സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിന്ന് ഈമാനോടെ ഇഖ്ലാസോടെ ഇഹ്സാൻ ചെയ്ത് സൽക്കർമ്മങ്ങളിലൂടെ ഇബാദത്തുകളിലൂടെ നിന്റെ ഇഷ്ടക്കാരാവാൻ, ജന്നാത്തുൽ ഫിർദൗസിന്റെ അവകാശികളാവാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ മാപ്പാക്കി തരയണമേ ഗഫൂറേ. അല്ലാഹുവേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ രോഗങ്ങളും മറ്റ് കഷ്ടപ്പാടുകളും ശിഫയാക്കി തരയണമേ റഹ്മാനെ. ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുടെ സ്വാലിഹായ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി തരയണമേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുടെ അപമാനങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമേ റഹ്മാനെ. പാവം പലസ്തീനി മക്കളുടെ നിസ്സഹായതയുടെ നിലവിളി, ആ നിസ്സഹായതയുടെ കണ്ണുനീർ ഒരു നാൾ പ്രതികാരം നേരിട്ട് കണ്ടതിന്റെ വിജയത്തിന്റെ കണ്ണുനീരാക്കി മാറ്റിക്കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള സത്യവിശ്വാസികൾക്ക് പരലോകം ഖൈറാക്കി കൊടുക്കണമേ റഹ്മാനെ. അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ റഹ്മാനെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ-അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. اللهم أجرنا وأجر والدينا وأهلنا من النار. اللهم أعز الإسلام والمسلمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. وصلى الله وسلم على محمد.